നമ്മൾ ഇന്ന് കേരള PSCയുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ 5 ചോദ്യങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം 1. ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചതാര്? ഓപ്ഷൻ എ കേരളവർമ്മ പഴശ്ശിരാജ, ഓപ്ഷൻ ബി മാർത്താണ്ഡവർമ്മ, ഓപ്ഷൻ സി സർദാർ KM പണിക്കർ, ഓപ്ഷൻ ഡി വില്യം ലോഗൻ. ഇവിടെ ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും നമുക്ക് പെട്ടെന്ന് തന്നെ എലിമിനേറ്റ് ചെയ്യാൻ കഴിയും. കാരണം ഓപ്ഷൻ എ കേരളവർമ്മ പഴശ്ശിരാജ, ഓപ്ഷൻ ബി മാർത്താണ്ഡവർമ്മ, ഇവർ രണ്ടുപേരും ഭരണാധികാരികളായിരുന്നു. അങ്ങനെയുള്ളവർ ഇങ്ങനെ ഒരു പുസ്തകം എഴുതാനുള്ള സാധ്യത വളരെ കുറവാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ലോജിക്കലി അവരെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല, ഇവരുടെ ഒരു ഭരണകാലത്ത് കേരളം എന്ന പേര് നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. അപ്പോൾ ആ ഒരു ലോജിക്കിലും നമുക്ക് ഈ 2 പേരെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറിൽ നിന്നും എലിമിനേറ്റ് ചെയ്യാം. പിന്നീട് ഓപ്ഷൻ ഡി വില്യം ലോഗൻ. ഇവിടെ നമ്മൾ കുറച്ച് നോളജ് ബേസ്ഡ് അറിഞ്ഞിരിക്കണം. അതായത് വില്യം ലോഗൻ എന്ന് പറയുന്നത് മലബാറിൻ്റെ കളക്ടറായിരുന്നു. പുള്ളി എഴുതിയ വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് മലബാർ മാനുവൽ. 1887 ഇത് പബ്ലിഷ് ചെയ്യപ്പെട്ടത്. മലബാറിൻ്റെ ഭൂമിശാസ്ത്രം, ആളുകൾ, അവരുടെ മതം, ജാതി, അവരുടെ ജീവിത രീതി, ഇതിനെയൊക്കെ കുറിച്ചായിരുന്നു ഈ ഒരു പുസ്തകം പറയുന്നത്. സോ പുള്ളി എഴുതിയ പുസ്തകത്തിൻ്റെ പേര് മലബാർ മാനുവൽ എന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നോളജിൻ്റെ അടിസ്ഥാനത്തിൽ ഓപ്ഷൻ ഡി എലിമിനേറ്റ് ചെയ്യാം. ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും നമ്മൾ ഓൾറെഡി എലിമിനേറ്റ് ചെയ്തു. അങ്ങനെ ഫൈനലി നമ്മൾ ആൻസറിലേക്ക് വരും. ആൻസർ ഓപ്ഷൻ സി സർദാർ KM പണിക്കറാണ്. ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിൽ രേഖപ്പെടുത്തി സൂക്ഷിക്കാവുന്ന ഒരു ഡേറ്റയാണ് എ സർവേ ഓഫ് കേരള ഹിസ്റ്ററി എന്ന പുസ്തകം എഴുതിയത് ആരാണ്? എ സർവേ ഓഫ് കേരള ഹിസ്റ്ററി. ഉത്തരം എ ശ്രീധരമേനോൻ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണം എന്ന് സൂചിപ്പിക്കുന്ന ഗ്രന്ഥം ഏത്? ഓപ്ഷൻ എ 1.25 കോടി മലയാളികൾ, ഓപ്ഷൻ ബി ഭാഷാ കേരളം, ഓപ്ഷൻ സി നവകേരള ശില്പികൾ, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഉത്തരം ഓപ്ഷൻ എ 1.25 കോടി മലയാളികളാണ്. മറ്റൊരു ഇൻഫർമേഷൻ കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്യാം. 1.25 കോടി മലയാളികൾ എന്ന പുസ്തകം എഴുതിയതാരാണ്? EMS നമ്പൂതിരിപ്പാടാണ് 1.25 കോടി മലയാളികൾ എന്ന പുസ്തകം എഴുതിയത്. ആൻസർ ഓപ്ഷൻ എ. മൂന്നാമത്തെ ചോദ്യം. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ. ഓപ്ഷൻ എ ഇന്ത്യ ശ്രീലങ്ക, ഓപ്ഷൻ ബി ഇന്ത്യ പാകിസ്ഥാൻ, ഓപ്ഷൻ സി ഇന്ത്യ ബംഗ്ലാദേശ്, ഓപ്ഷൻ ഡി ഇന്ത്യ ചൈന. ഇതിൽ ഇന്ത്യ ശ്രീലങ്ക നമുക്ക് ഉറപ്പായിട്ടും ഒഴിവാക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. കാരണം ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ നല്ല ബന്ധമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ അങ്ങനെ ഒരു എഗ്രിമെൻറ്റിൽ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് ഓപ്ഷൻ എ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. പിന്നീട് ഓപ്ഷൻ ബി, സി, ഡി, ഇതിൽ ഈ പഞ്ചശീല തത്വങ്ങളിൽ നിന്ന് പറയുന്നത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു എഗ്രിമെൻ്റാണ്. ഇന്ത്യ ചൈന ബന്ധവുമായി റിലേറ്റ് ചെയ്യുമ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഇന്ത്യ ചൈന. നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് എന്നൊരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. ഉത്തരം ജവഹർലാൽ നെഹ്റു ആണ്. അടുത്ത 4ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 1857 കലാപത്തിൽ നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതായിരുന്നു?
ഓപ്ഷൻ എ ഡൽഹി, ഓപ്ഷൻ ബി ലക്നൗ, ഓപ്ഷൻ സി കാൺപൂർ, ഓപ്ഷൻ ഡി ഝാൻസി. ലോജിക്കലി ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം എലിമിനേറ്റ് ചെയ്യാൻ പറയുന്ന ഓപ്ഷൻ ഡി ആണ്. കാരണം ഝാൻസി എന്ന സ്ഥലത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരു വ്യക്തി ഓൾറെഡി അവിടെ ഉണ്ട്. അതാണ് ഝാൻസി റാണി എന്നറിയപ്പെടുന്ന റാണി ലക്ഷ്മിബായി. പുള്ളിക്കാരിയാണ് അവിടെ 1857 കലാപത്തിൽ നേതൃത്വം നൽകിയെന്നതും നമുക്കറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. പിന്നീടുള്ള ഓപ്ഷൻസ് ഡൽഹി, ലക്നൗ, കാൺപൂരാണ്. മുഗൾ രാജഭരണത്തിൻ്റെ സമയത്ത് തന്നെയാണ് 1857 കലാപം ഉണ്ടായത്. ഡൽഹി മുഗൾ രാജവംശത്തിൻ്റെ കീഴിലായതുകൊണ്ട് തന്നെ അവിടെ ലീഡറായിട്ട് വരിക മുഗൾ റൂളറായിരിക്കും. ബഹദൂർ ഷാ സഫർ രണ്ടാമനാണ് ഡൽഹിയിലെ നേതാവായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ എയും എലിമിനേറ്റ് ചെയ്യാം. അങ്ങനെ നോക്കുമ്പോൾ ഓപ്ഷൻ ബി ലക്നൗ, ഓപ്ഷൻ സി കാൺപൂർ, ഇങ്ങനെ 2 ഓപ്ഷനിൽ വന്ന് നിൽക്കും. ഉത്തരം ഓപ്ഷൻ സി കാൺപൂരാണ്. നിങ്ങളിവിടെ ചെയ്യേണ്ട കാര്യം ഓരോ സ്ഥലത്തെയും അതാത് നേതാക്കളെ അറിഞ്ഞിരിക്കുന്നത് വളരെ നന്നായിരിക്കും. ഡൽഹിയിലത് മുഗൾ രാജാവായിരുന്ന ബഹദൂർ ഷാ സഫർ രണ്ടാമനായിരുന്നു. ലക്നൗവിലത് ബീഗം ഹസ്രത്ത് മഹൾ. ബീഗം ഹസ്രത്ത് മഹൾ. കാൺപൂർ നാനാ സാഹിബ്. ഝാൻസിയിലത് റാണി ലക്ഷ്മിബായി. ഉത്തരം സി. ഇവിടെ ഞാൻ താഴെയായിട്ട് ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ടേബിൾ ഉപയോഗിച്ചും ലീഡേഴ്സിനെ പഠിക്കാവുന്നതാണ്. ഡൽഹി ബഹദൂർ ഷാ സഫർ രണ്ടാമൻ, ലക്നൗ ബീഗം ഹസ്രത്ത് മഹൽ, കാൺപൂർ നാനാ സാഹിബ്, ഝാൻസി ലക്ഷ്മിബായി, ഗ്വാളിയാർ താന്തിയ തോപ്പ്, ബറേലി ഖാൻ ബഹദൂർ ഖാൻ, അലഹബാദ് ആൻഡ് ബനാറസ് മൗലവി ലിയാഖത്ത് അലി, ബീഹാർ കുൻവർ സിംഗ്. ഇതോടൊപ്പം തന്നെ മറ്റൊരു കോളത്തിൽ ഓരോ സ്ഥലത്തെയും ബ്രിട്ടീഷ് ഒഫീഷ്യൽസിൻ്റെ പേരും കൂടി കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരുന്നാൽ മതിയാവും. പക്ഷേ ഇന്ത്യൻ ലീഡേഴ്സിനെ മസ്റ്റായിട്ട് നിങ്ങൾ നോക്കി വെക്കണം. റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരാൻ നല്ല സാധ്യതയുണ്ട്. ഫൈനലി 5th ക്വസ്റ്റ്യൻ. 1775 രണ്ടാം അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്നത് എവിടെ? ഓപ്ഷൻ എ ന്യൂയോർക്ക്, ഓപ്ഷൻ ബി ഫിലാഡൽഫിയ, ഓപ്ഷൻ സി വാഷിംഗ്ടൺ, ഓപ്ഷൻ ഡി സാൻ ഫ്രാൻസിസ്കോ. ഉത്തരം ഓപ്ഷൻ ബി ഫിലാഡൽഫിയയാണ്. ഓർത്തിരിക്കേണ്ട കാര്യം, ഇതിനു മുന്നേ 1ാം അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസും നടന്നത് ഫിലാഡൽഫിയയിൽ തന്നെ ആയിരുന്നു. രണ്ടാം അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിന് ശേഷമാണ് ഇതൊരു അമേരിക്കൻ വിപ്ലവത്തിലേക്ക് നീങ്ങി തുടങ്ങിയത്. 1776 ജൂലൈ 4-നാണ് USA ഫോം ചെയ്തത്. അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അമേരിക്കൻ വിപ്ലവം ഔദ്യോഗികമായി അവസാനിച്ചത് 1783 സെപ്റ്റംബർ 3-നാണ്. ഈ 2 ഡേറ്റുകളൊന്ന് ഓർത്ത് വച്ചേക്കുക. USA ഫോം ചെയ്ത വർഷം ജൂലൈ 4, 1776. അമേരിക്കൻ വിപ്ലവം അവസാനിച്ച വർഷം 1783 സെപ്റ്റംബർ 3. പിന്നീട് ഒരു കാര്യം കൂടി ഓർത്ത് വച്ചേക്കുക. അമേരിക്കൻ വിപ്ലവത്തിൻ്റെ സമയത്ത് 13 ബ്രിട്ടീഷ് കോളനികളാണ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ
സമരം നടത്തിയതും അത് പിന്നീട് അമേരിക്കൻ വിപ്ലവത്തോടൊപ്പം മുമ്പോട്ട് പോയി ഫൈനലി ഇൻഡിപെൻഡൻസിലേക്ക് എത്തിയതും. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു 5 ചോദ്യത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ഇനി അടുത്ത 5 ചോദ്യമായി നമുക്ക് നാളെ കാണാം. താങ്ക് യു.